بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله وبعد فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട അസീസ് മാസ്റ്റർ. സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഈ സ്ഥാപനത്തിന് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിൻ്റെ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ കുറഞ്ഞ വാക്കുകളിലുള്ള അർത്ഥവത്തായ സന്ദേശങ്ങൾ കൈമാറിയ പ്രിയപ്പെട്ട അസീസ് മാഷിന് ആദ്യമേ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. വളരെ മനോഹരമായ വാക്കുകളിലൂടെ, ചിന്തനീയമായ ആശയങ്ങളിലൂടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന ക്രമം ശ്രദ്ധേയ രൂപത്തിൽ നിർവഹിച്ച അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആശംസയാണ് എനിക്കുള്ളത്. എല്ലാ ഉസ്താദുമാർക്കും ഇവിടെ വാക്കുകൾ കൈമാറാനുണ്ട്. ജനാധിപത്യം എന്നൊരു പ്രമേയത്തിലാണ് ഇവിടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളായിരിക്കുന്ന തംഹീദിയ വിഭാഗം ഇവിടെ ഫസ്റ്റ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെമോക്രസി, ജനാധിപത്യം എന്നത് ലോകത്ത് എക്കാലത്തും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ലോകം പുരോഗമിക്കും തോറും, ഏത് വിഷയത്തിൽ ഡെവലപ്പാകുന്നതോറും ജനാധിപത്യം എന്ന ആശയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ടെക്നോളജി വികസിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വികസിതമായ ഒരു ആശയം ഡെമോക്രസിയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു വലിയ ഭടാപുറം, ആ ഭടാപുറത്തിൽ നിന്ന് ആർക്കും തങ്ങളുടെ ആശയം, തങ്ങളുടെ കാഴ്ചപ്പാട് ലോകത്തോട് വിളിച്ചു പറയാനുള്ള, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരം ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ മലപ്പുറം ജില്ലക്ക് സ്കൂൾ അവധി നൽകാത്തതിനെ തുടർന്ന്, കടുത്ത മഴ പെയ്യുമ്പോഴും സ്കൂൾ അവധി നൽകാത്തതിനെ തുടർന്ന് ഒരു പയ്യൻ കൂളായി വന്നിട്ട് കലക്ടറെ നിരൂപിച്ച് സംസാരിക്കുന്നത് അതൊരു തമാശ രൂപത്തിലാണെങ്കിലും ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടത്. ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഒരു കുഞ്ഞിന് കലക്ടറെ നിരൂപിക്കാനുള്ള അവസരമുണ്ട് ജനാധിപത്യത്തിൽ. സോഷ്യൽ മീഡിയ അതിന് അവസരം നൽകുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പൊ ഏത് ഒരു നിമിഷം കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വീഡിയോകൾ ലോകത്ത് അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം കൊണ്ട് കോടിക്കണക്കിന് വീഡിയോകൾ ലോകത്തുടനീളം അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമേ കമാൻഡുകൾ വരും. ആയിരക്കണക്കിന് കമാൻഡുകളിൽ ഒന്നെങ്കിലും മനുഷ്യനെ ഇരുത്തി ചിന്തിക്കുന്നുണ്ടാകും. ആ വീഡിയോയുടെ മൂല്യം, ആ വീഡിയോയുടെ സത്ത വിളിച്ചു പറയുന്ന ഒരു കമാൻഡെങ്കിലും ഉണ്ടാകും. ജനാധിപത്യത്തിന്റെ എത്തിക്സ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അർജന്റീന എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലുള്ള രാജ്യമാണ്.
സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് അർജന്റീന. യൂറോപ്പ് എന്ന് പറയുന്നത് അർജന്റീനയ്ക്ക് പറയാൻ പോലും അവകാശമില്ലാത്ത വിധം സാമ്പത്തികമായി മുകളിൽ നിൽക്കുന്ന ഒരു ലോകമാണ്. ആ യൂറോപ്പിലെ തലപ്പത്തിരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഈ ഫ്രാൻസിനെ വംശീയത കൊണ്ടാണെങ്കിലും, വംശീയത തമ്മാടിത്തമാണ്, ആ വാദം തെറ്റാണ്, അത് ലോകം നിരൂപിക്കുക തന്നെ ചെയ്യും, അതിനെ പുറംകാലി കൊണ്ട് തട്ടിമാറ്റുക തന്നെ ചെയ്യും. പക്ഷേ അർജന്റീന എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തുള്ള ഒരു പയ്യന്, എൻസോ ഫെർണാണ്ടസിന്, യൂറോപ്പ് എന്ന് പറയുന്ന മഹാസാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ഫ്രാൻസിനെ നിരൂപിക്കാൻ കഴിയുന്നിടത്താണ് ജനാധിപത്യം കുടികൊള്ളുന്നത്. പക്ഷേ എൻസോ ഫെർണാണ്ടസിന് മാത്രം അവകാശപ്പെട്ടതല്ല ഡെമോക്രസി. എൻസോ ഫെർണാണ്ടസിനെ ലോകം പിടിച്ച കശക്കിയറിഞ്ഞു. അതും കൂടിയാണ് ജനാധിപത്യം. അതും കൂടിയാണ് ജനാധിപത്യം. നമ്മളത് തിരിച്ചറിയണം. ഇപ്പോ കർണാടകയിൽ ഇപ്പോഴും അർജുന് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ ലോറിക്ക് വേണ്ടിയല്ല, അർജുന്റെ ജീവന് വേണ്ടി, അർജുൻ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി മീഡിയ എത്ര ആവേശത്തോടെയാണ്, പല താല്പര്യങ്ങൾ പിന്നിലുണ്ടാവാം. പക്ഷെ ജനാധിപത്യത്തിന്റെ ഒരു അലയടി വന്നപ്പോഴാണ് കർണാടക കണ്ണു തുറിച്ചു നോക്കിയത്. ജനാധിപത്യത്തിന്റെ ഒരു ശബ്ദമുഖരിതമായ നിരൂപണങ്ങൾ വന്നപ്പോഴാണ്, മീഡിയ അതിശക്തമായി ഡെമോക്രസി ഉപയോഗിച്ചപ്പോഴാണ് കർണാടക കണ്ണു തുറന്നു നോക്കിയത് വിഷയത്തിലേക്ക്. ഒരു സാധാരണക്കാരനാണ് അർജുൻ. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ഏറ്റവും വലിയ വിലാസം ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. ആ അടിത്തറ ഉപയോഗിച്ചുകൊണ്ട് കേരള ജനത, മലയാളി ജനത ഡെമോക്രസി മീഡിയയിലൂടെ ഉപയോഗിച്ചപ്പോൾ കർണാടക പോലീസിന് ചോദിക്കേണ്ടി വന്നു, ഈ അർജുൻ ഒരു VIP ആണോ എന്ന്. കാരണം അവർ മനസ്സിലാക്കുന്നത് VIP ആണ് മനുഷ്യനെന്നാണ്, മനുഷ്യത്വം VIP-യുടെ വിലാസമാണെന്ന്. പക്ഷെ മലയാളി മനസ്സിലാക്കിയത് അങ്ങനെയല്ല. ഈ രണ്ട് മനസ്സിലാക്കലുകൾ തമ്മിലുള്ള മാറ്റമാണ് ആ ബോഡി തിരയുന്നതിലും അല്ലെങ്കിൽ ആ മനുഷ്യനെ തിരയുന്നതിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ആഫ്രിക്കക്കാരൻ. കെവിൻ കാർട്ടർ നിങ്ങൾക്ക് അടിച്ച് നോക്കിയാൽ കിട്ടുന്നത്. ആഫ്രിക്കയിലെ ലോകപ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ. ഇവരൊക്കെ ചെയ്യുന്ന പണി ഇന്റർനാഷണലി ചെയ്തൊരു വ്യക്തിയാണ് കെവിൻ കാർട്ടർ. ഈ കെവിൻ കാർട്ടർ ആഫ്രിക്കയിലെ ദാരിദ്ര്യത്തിന്റെ ആഴങ്ങൾ ലോകം അറിയാതെ പോകുന്നത്, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ആഫ്രിക്കൻ ജനത വീണ് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ, മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അത് ലോകത്ത് എത്തിക്കണമെന്ന ആഗ്രഹത്തോടെ കെവിൻ കാർട്ടർ സുഡാനിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ടെന്റിലേക്ക് ഒരു കുഞ്ഞ് മെല്ലെ 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 ഇഴഞ്ഞ് കരഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞ് എല്ലും തോലുമായിട്ടുണ്ട്, മനുഷ്യ കുഞ്ഞാണോ എന്ന് പോലും അറിയാത്ത വിധം മണ്ണിനോട് ചേർന്നിട്ടുണ്ട്. ആ കുഞ്ഞ് ജീവന്റെ സ്പന്ദനം വെച്ച് ഭക്ഷണത്തിന് വേണ്ടി ക്യാമ്പിലേക്ക് ആ കുഞ്ഞ് ഇഴയുകയാണ്, കരച്ചിലിന്റെ സപ്പോർട്ടോടെ. ഈ ശബ്ദം കേട്ട് കെവിൻ കാർട്ടർ ക്യാമറയുമായി അങ്ങോട്ടോടി. അപ്പൊ പിന്നിൽ, ഈ കുഞ്ഞിന്റെ തൊട്ട് പിന്നിൽ ഒരു കഴുകൻ വളിച്ചം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ കുഞ്ഞങ്ങ് മരിച്ചാൽ ആ നിമിഷം കൊത്തിയെടുക്കാൻ വേണ്ടി. കെവിൻ കാർട്ടറിന്റെ മുന്നിൽ രണ്ട് തിയറികൾ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ ഈ വൾച്ചറിൽ നിന്ന് രക്ഷിക്കണം, അതല്ല ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം. രണ്ടാമതൊരു തീരുമാനം. അതിൽ കെവിൻ കാർട്ടർ തീരുമാനിച്ചത് ഈ ഫോട്ടോ എടുക്കാമെന്നാണ്.
ഞാൻ ഈ പറയുന്നത് മുഴുവൻ നെറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇംഗ്ലീഷ് വീഡിയോകൾ ഇഷ്ടം പോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫോട്ടോ എടുത്തു. ഈ കഴുകൻ ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചി ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലും തോലുമായിട്ടുള്ള ഈ കുഞ്ഞിന്റെ മയ്യത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ കെവിൻ കാർട്ടർ പകർത്തി. 1994 കെവിൻ കാർട്ടറിന് പുലിറ്റ്സർ അവാർഡ് കിട്ടി. ഈ ഫോട്ടോ പുലിറ്റ്സർ അവാർഡ് നിങ്ങൾക്കറിയാം, ലോകത്ത് ജേർണലിസത്തിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പ് അവാർഡാണ് പുലിറ്റ്സർ അവാർഡ്. ഇത് 1994 കിട്ടി. ഞാൻ സെർച്ച് ചെയ്തു എങ്ങനെയാണ് കെവിൻ കാർട്ടർ മരിച്ചതെന്ന്. 1994 അവാർഡ് കിട്ടിയ ആ വർഷം തന്നെ കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? ഞാൻ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ആ ഫോട്ടോയായിരുന്നില്ല. ഞാൻ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തേണ്ടിയിരുന്നു എന്ന മനക്ലേശം, വിഷമം, നിരാശ, ടെൻഷൻ, അതാ മനുഷ്യനെ വ്യക്തിയായിക്കൊണ്ടിരുന്നു. പുലിറ്റ്സർ അവാർഡ് കിട്ടിയ വർഷം തന്നെ ആൾ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ കാർട്ടനെ വീണ്ടും ഇരുത്തി ചിന്തിപ്പിച്ചത്? ജനാധിപത്യം. ആളുകൾ ഇടപെട്ടു. എടാ, നിന്റെ ഫോട്ടോ മനോഹരമാണ്, പക്ഷെ നിനക്ക് മനുഷ്യത്വമില്ല. ലോകം നിരൂപിച്ചു, ഡെമോക്രസി ഇടപെട്ടു. സഹിക്കാൻ കഴിയാതെ കാർട്ടർ ആ പുലിറ്റ്സർ അവാർഡ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആത്മഹത്യ ചെയ്തു. നമ്മൾ ചിന്തിക്കണം, ഡെമോക്രസിയുടെ ആഴം, അതിന്റെ പവർ. ഇപ്പോ മാത്തമാറ്റിക്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ എന്ന് വിചാരിക്കാം. ഇവിടെ അധ്യാപകരായ ഹെഡ്മാസ്റ്റർ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ മാത്തമാറ്റിക്സിന്റെ വിവിധ ഫോർമുലകൾ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധ്യാപകൻ. ആ സമയത്ത് കൃത്യമായിട്ട് നോട്ട് എഴുതുന്ന കുട്ടികൾ മുൻബെഞ്ചുകളിൽ ഉണ്ടാവും. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ മുൻബെഞ്ചിലല്ല ഉസ്താദെ, പിൻബെഞ്ചിലും അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ കാലം അതാണ്. എല്ലാവരും ബാക്ക് ബെഞ്ചിൽ നിന്ന് പുള്ള ക്ലാസ് വരുന്ന കാലമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞങ്ങളൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉസ്താദ് സാറ് ഒന്നുകൂടി ബാക്കിലാണ്. പക്ഷെ എൻ്റെ കാലത്ത് ഞാൻ 98 SSLC കഴിയുന്നത്. അന്ന് ബാക്ക് ബെഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയും ബാക്കിലേക്ക് അങ്ങനെ പോകുന്ന നൂറ്റാണ്ടുകൾ, പിന്നെ ഒരു ബെഞ്ച് മാറുമ്പോൾ നൂറ്റാണ്ടങ്ങൾ ബാക്ക് പോവുക. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായം ഒന്നിച്ച് ചിന്തിക്കാൻ പോകും. അധ്യാപകർക്ക് പരാതിയുമില്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോ പക്ഷേ അന്ന് പോലും ഈ മാത്തമാറ്റിക്സ് ക്ലാസ് എടുക്കുമ്പോൾ മാത്തമാറ്റിക്സ് ചെയ്യാത്തൊരു വ്യക്തി ഉണ്ടാവും പിന്നിൽ. അവൻ ചിത്രം വരയ്ക്കുകയായിരുന്നു. അവനങ്ങനെ നോട്ട് ബുക്കിൽ, എനിക്കറിയാം എൻ്റെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് ഹോംവർക്ക് തന്നു. ആ ഹോംവർക്ക് പിറ്റേന്ന് ചെയ്ത് വരാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ബോർഡിൽ ഇങ്ങനെ ചെയ്യിപ്പിക്കണം ആ വർക്ക്. അപ്പൊ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ട് എന്നെയാണ് ആദ്യം വിളിച്ചത്. കാരണം ഞാൻ ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ ഹോംവർക്ക് ചെയ്യാതെ വരിക എന്ന് പറഞ്ഞാൽ അത് മഹാപാപമാണ്. അന്ന് എന്നെ വിളിച്ചു, ബോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്റെ കൂടെ ഒരു വിദ്വാനും കൂടി ഉണ്ട് ചെയ്യാത്തത്. അവൻ ബാക്ക് ബെഞ്ചിലാണ്. 2 ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള അകലമുണ്ട്. അപ്പൊ സാറിന്റെ നോട്ടം എന്നെയല്ല, കാരണം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബോർഡിന് ആ മാത്സ്. പക്ഷേ എന്നെ പോലെ ചെയ്യാതെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഒരുത്തനെ സാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അവന്റെ പണി എന്താണ്? അപ്പൊ ഞാൻ ചെയ്യേണ്ടത് നോക്കല്ല പോലെ അടി നോക്കി വേറെ പരിപാടിയാണ്. അപ്പൊ സാറിന്റെ ദേഷ്യം എത്ര ഇരച്ചിട്ടുണ്ടാവും. അവൻ മാത്സ് ചെയ്തില്ല. ഒപ്പം ഇവിടെ ഒരാൾ ചെയ്യുമ്പോ, ഒരു വിദ്വാൻ ചെയ്യുമ്പോ അത് കാണാനുള്ളൊരു മനസ്സെങ്കിലും ഓനപ്പ അടിക്ക് നോക്കി വേറെ എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ സാറ് ഓടിച്ചെന്ന് അവന്റെ കയ്യിലുള്ള ബുക്കങ്ങ് വലിച്ചു. അപ്പൊ അവൻ സാറിനെ വരയ്ക്കുക.
മാത്തമാറ്റിക്സിന്റെ സാറിന്റെ ഫോട്ടോകളെ അവ പിന്നീട് പ്രഗത്ഭനായ ആർട്ടിസ്റ്റായി. എന്തിന് അവനെ ഹരണം പഠിപ്പിച്ച് പീഡിപ്പിക്കണം? എന്തിന് ഗുണനമനത്തിന്റെ പേര് പറഞ്ഞ് നടുപ്പുറം കടപ്പുറമാക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു പുതിയ ഐഫോൺ വാങ്ങിയെന്ന് വിചാരിക്കുക. ഒരു 1.5 ലക്ഷത്തിന്റെ ഐഫോൺ നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു പെട്ടി ഉണ്ടാവും കൂടെ. ആ പെട്ടിയുടെ സൗന്ദര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പെട്ടി തുറന്നാൽ വീണ്ടും ഒരു പെട്ടി ഉണ്ടാകും. അതിന്റെ സൗന്ദര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് പിന്നിൽ സയന്റിസ്റ്റ് അല്ല, ആർട്ടിസ്റ്റാണ്. റോൾസ് റോയ്സ് കാർ എന്ന് പറയുന്ന 15 കോടി 30 കോടി 6 കോടി 7 കോടി വില വരുന്ന വണ്ടി, ഈ റോൾസ് റോയ്സ് കാറിന്റെ മോഡൽ നിശ്ചയിക്കുന്നത് നാസയിലെ സയന്റിസ്റ്റ് അല്ല, ആർട്ടിസ്റ്റാണ്. അപ്പോ ആർട്ടിന്റെ വാല്യൂ ജനാധിപത്യത്തിലൂടെ തുറന്ന വായനയ്ക്ക് വിധേയമാക്കുന്ന ഈ വേദിക്ക് സർവ്വ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.